കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്താണ് പഠിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയില്ലേ, ഒന്ന് പതറിപ്പോകാറുണ്ട് എപ്പോഴും. അപ്പോൾ അത്തരത്തിൽ പതറുന്ന നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് എളുപ്പത്തിൽ ഇംഗ്ലീഷ് കൈവശമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പുമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ട് വേർഡ്സ്, അത് സെൻറ്റൻസിൽ വരുമ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് ചെയ്തേ തീരൂ അല്ലേ? അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സൊക്കെ നീ അത് ചെയ്യണം, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്തേ തീരൂ എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തമ്മിൽ ഫ്രണ്ട്സിനിടയ്ക്കാണെങ്കിലും എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഈ ഒരു വാക്കിന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത് എളുപ്പത്തിൽ എങ്ങനെ പറയാൻ പഠിക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ തീരൂ എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ നോർമലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സാണ് മസ്റ്റ് ഓർ ഷുഡ്. ഓക്കെ, മസ്റ്റ് ഓർ ഷുഡ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം, പ്രത്യേകിച്ച് ഓർത്തോണം. നീ അത് ചെയ്യണം, നീ വായിക്കണം, പഠിക്കണം, എഴുതണം, അങ്ങനെയൊക്കെ നം സൗണ്ടിൽ അവസാനിക്കില്ലേ? അങ്ങനെയുള്ള വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? മസ്റ്റ് ഓർ ഷുഡ്. ഓക്കെ, അപ്പോൾ വരണം, നമുക്ക് എപ്പോഴും പറയാം നീ നാളെ വരണം അല്ലേ? വരണം എന്ന് പറയത്തില്ലേ? അപ്പോൾ ഈ വരണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? വരണം. ഓക്കെ, വരിക. അപ്പോൾ നമുക്ക് വരികയ്ക്ക് എന്താ പറയുന്നത്? വരൂ എന്നൊക്കെ, കം അല്ലേ? ആ കമ്മിൻ്റെ കൂടെ നമുക്ക് മുന്നിലായിട്ട് മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ചേർത്താൽ മതി, വരണം എന്നുള്ളതിനുള്ള ആൻസറായി. ഓക്കെ, അപ്പോൾ വരണമെന്ന് പറയുക, വരിക എന്ന് പറയുന്നത് എന്താണ്? കം അല്ലേ? ആ കമ്മിൻ്റെ മുന്നിൽ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ്, മസ്റ്റ് കം എന്ന് പറഞ്ഞാൽ വരണം. അതായത് ഒരു തീർച്ചയായും കാണിക്കുന്ന ഒരു വേർഡാണത്, മസ്റ്റ് കം അല്ലേ? അല്ലെങ്കിൽ ഷുഡ് കം. അപ്പോൾ വരണമെന്നുള്ളതിന് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? മസ്റ്റ് കം അല്ലെങ്കിൽ ഷുഡ് കം എന്നും പറയാം. ഓക്കെ, അപ്പോൾ വരണം. അപ്പോൾ നമ്മിൽ അവസാനിച്ച ഓർക്കുക എന്താണ്? മസ്റ്റ് ഫസ്റ്റ് ചേർക്കുക, വരണം. അപ്പോൾ വരികയ്ക്ക് എന്താണ്? കം. അതിൻ്റെ കൂടെ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ഫ്രണ്ട് ചേർത്താൽ മതി. അപ്പോൾ എന്താണ്? മസ്റ്റ് കം, യു മസ്റ്റ് കം, നീ വരണം അല്ലേ? ഇനി സഹായിക്കണം. അപ്പോൾ സഹായിക്കുക എന്ന് പറയുന്നത് എന്താ? സഹായിക്കുക, ഹെൽപ്പ്. അപ്പോൾ സഹായിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? മസ്റ്റ് ഹെൽപ്പ് അല്ലെങ്കിൽ ഷുഡ് ഹെൽപ്പ്. ഓക്കെ, മസ്റ്റ് ഹെൽപ്പ് അല്ലെങ്കിൽ ഷുഡ് ഹെൽപ്പ്. അപ്പോൾ സഹായിക്കണം, വരണം, എന്താ? മസ്റ്റ് കം. സഹായിക്കണം, ഷുഡ് ഹെൽപ്പ്. അടുത്ത് സംസാരിക്കണം എന്നാണെങ്കിലോ? അപ്പോൾ സംസാരിക്കണം. അപ്പോൾ സംസാരിക്കുക എന്ന് വെച്ചാൽ സ്പീക്ക്. അപ്പോൾ അതിന് മുന്നിൽ എന്താ? മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ മസ്റ്റ് സ്പീക്ക് അല്ലെങ്കിൽ ഷുഡ് സ്പീക്ക്. യു ഷുഡ് സ്പീക്ക് മലയാളം, യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയത്തില്ലേ? അപ്പോൾ സംസാരിക്കണം എന്ന് പറയുന്നതിന് എന്താണ്? മസ്റ്റ് സ്പീക്ക് അല്ലെങ്കിൽ ഷുഡ് സ്പീക്ക്. ഓക്കെ, ഇനി അടുത്ത് പാലിക്കണം എന്നാണെങ്കിൽ എന്താണ്? പാലിക്കുക എന്ന് പറഞ്ഞാൽ കീപ്പ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ചേർത്താൽ മതി മസ്റ്റ് കീപ്പ്. അപ്പോൾ എന്തായി? പാലിക്കണം, നം. ഓക്കെ, ഇനി അടുത്ത് സമയം പാലിക്കണം. അപ്പോൾ പാലിക്കണം എന്നുള്ളതിന് എന്താണ്? മസ്റ്റ് കീപ്പ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ സമയം പാലിക്കണം എന്നാണെങ്കിൽ മസ്റ്റ് കീപ്പ്. എന്താ കീപ്പ് ചെയ്യേണ്ടത്? ടൈം. ഓക്കെ, മസ്റ്റ് കീപ്പ് ടൈം. അപ്പോൾ സമയം പാലിക്കണം. അപ്പോൾ മസ്റ്റ് കീപ്പ് പാലിക്കണം. അപ്പോൾ എന്താണ് പാലിക്കേണ്ടത് എന്നുള്ളത് ആ മസ്റ്റ് കീപ്പ് കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നീ വൃത്തിയായിരിക്കണം എന്നാണെങ്കിൽ ഇങ്ങനെ വൃത്തിയായിരിക്കണം. അപ്പോൾ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ആ പാലിക്കണം എന്നുള്ളതിന് എന്താണ്? പാലിക്കുക, കീപ്പ്. അതിന് മുന്നേ എന്ത് ചെയ്യണം? മസ്റ്റ്. അപ്പോൾ മസ്റ്റ് കീപ്പ്, പാലിക്കണം. എന്ത് പാലിക്കണം? വൃത്തിക്ക് എന്താണ് നമ്മൾ പറയുന്നത്? ക്ലീൻ അല്ലേ? അപ്പോൾ മസ്റ്റ് കീപ്പ് ക്ലീൻ. വൃത്തി പാലിക്കണം എന്നുള്ളതിന് മസ്റ്റ് കീപ്പ് ക്ലീൻ. ഇനി പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി അല്ലേ? അപ്പോൾ പഠിക്കണം എന്ന് വരുമ്പോൾ എന്താ? ഷുഡ് സ്റ്റഡി അല്ലെങ്കിൽ മസ്റ്റ് സ്റ്റഡി എന്ന് പറയാം. പല്ല് തേക്കണം, എന്താ? പല്ല് തേക്കണം, ഷുഡ് ബ്രഷ്. ഓക്കെ, ഇനി എന്താ?
കാത്തു നിൽക്കണം, മസ്റ്റ് വെയിറ്റ് അല്ലേ, കാത്തു നിൽക്കുക എന്നുള്ള വെയിറ്റ്. അപ്പം അതിൻ്റെ മുന്നിൽ എന്താണ് മസ്റ്റ് കൂടെ ചേർത്ത് മസ്റ്റ് വെയിറ്റ്, അല്ലെങ്കിൽ യു ഷുഡ് വെയിറ്റ് ദെയർ, അവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അടുത്ത് കൊണ്ടുവരണം. കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ കൊണ്ടുവരിക. കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ്. അപ്പോൾ കൊണ്ടുവരണം എന്നാണെങ്കിൽ എന്താണ് ഷുഡ് ബ്രിങ് എന്നെടുക്കുക. ഓക്കെ. ഇനി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ പ്രേ. അപ്പോൾ പ്രാർത്ഥിക്കണം എന്നാണെങ്കിൽ ഷുഡ് പ്രേ അല്ലെങ്കിൽ മസ്റ്റ് പ്രേ. ഓക്കെ. ഇനി വായിക്കണം. വായിക്കണം എന്നാണെങ്കിൽ വായിക്കുക. വായിക്കുകയ്ക്ക് എന്താ റീഡ്. അപ്പോൾ അതിന് മുന്നേ എന്താണ് നമ്മുടെ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ചേർത്താൽ മതി. അപ്പോൾ ഷുഡ് റീഡ്. അപ്പോൾ വായിക്കണം. ഇനി സഹായിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സഹായിക്കുക എന്ന് വെച്ചാൽ ഹെൽപ്പ്. അപ്പോൾ എന്താണ് ഷുഡ് ചേർത്താൽ മതി. അപ്പോൾ ഷുഡ് ഹെൽപ്പ്. പിന്നെന്താ പറയാം, ഇനി ടിക്കറ്റ് എടുത്തേ തീരൂ എന്നൊക്കെ പറയുവാണെങ്കിൽ എന്താണ് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ടേക്ക് ടിക്കറ്റ്. അപ്പോൾ ഷുഡ് ടേക്ക് ദ ടിക്കറ്റ്. ഓക്കെ. ഇനി കൊടുക്കണം അല്ലെങ്കിൽ കാശ് കൊടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ കൊടുക്കുക, കാശ് കൊടുക്കുക എന്ന് വെച്ചാൽ പേ. അപ്പം അങ്ങനെ കാശ് കൊടുക്കണം എന്ന് വരുവാണെങ്കിൽ ഷുഡ് പേ. ഇനി കേൾക്കണം. കേൾക്കുക. കേൾക്കുക എന്ന് വെച്ചാൽ എന്താണ് ഹിയർ. അപ്പോൾ എന്താണ് ഷുഡ് ഹിയർ. ഓക്കെ. അല്ലെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിന് ലിസൺ അല്ലേ, അല്ലെങ്കിൽ അതിന് തന്നെ ഇതും പറയാം ലിസൺ. അപ്പോൾ ഷുഡ് ലിസൺ. ഇനി എത്തണം. എത്തണം എന്നാണെങ്കിൽ എത്തുക. എത്തുക എന്ന് പറയുന്നത് എന്താണ് റീച്ച്. അങ്ങനെയാണെങ്കിൽ എത്തണം എന്നാണെങ്കിൽ എന്താണ് ഷുഡ് റീച്ച്, മസ്റ്റ് റീച്ച്. ഓക്കെ. ഇനി പോകണം. പോകണം എന്നാണെങ്കിൽ പോകുകയ്ക്ക് എന്താണ് ഗോ. പോകുക, ഗോ. അപ്പോൾ അതിന് മുന്നേ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ചേർത്താൽ യു ഷുഡ് ഗോ, മസ്റ്റ് ഗോ എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ ചെയ്തേ തീരൂ, നമ്മിൽ അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എന്താണ് മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ചേർത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം അതിന്. നിങ്ങൾ നാളെ വരണം. നിങ്ങൾ നാളെ വരണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങൾ. നിങ്ങൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് വേർഡ്? യു അല്ലേ. യു എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ ഉപയോഗിക്കുന്നത്? യു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ. നിങ്ങൾ എന്നുള്ളതിന് യു. ഓക്കെ. നിങ്ങൾ നാളെ വരണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ വരണം. അപ്പോൾ വരിക. വരികയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരികയ്ക്ക് എന്താണ് കം. അപ്പോൾ വരണം എന്നുള്ളതിന് ഷുഡ് കം. അപ്പോൾ എന്താണ് നിങ്ങൾ യു ഷുഡ് കം നാളെ. നാളേക്ക് എന്താണ് ടുമോറോ. അപ്പോൾ യു ഷുഡ് കം ടുമോറോ. ഓക്കെ. ഇനി അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ പറയാം യു മസ്റ്റ് കം ടുമോറോ എന്നും പറയാം. ഇനി എന്താണ് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ്. അപ്പം നിങ്ങൾ നമ്മൾ പറഞ്ഞു യു ഉപയോഗിക്കും. പിന്നെ അടുത്ത് എന്താ നോക്കണ്ടേ നം. അപ്പോൾ സഹായിക്കണം. സഹായിക്കുകയ്ക്ക് ഹെൽപ്പ്. അപ്പോൾ അതിനു മുന്നേ എന്താ മസ്റ്റോ ഷുഡോ ചേർക്കാം. അപ്പം യു ഷുഡ് ഹെൽപ്പ്. ആരെ? എന്നെ. എന്നെ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് എന്താ മീ. അപ്പോൾ യു ഷുഡ് ഹെൽപ്പ് മീ. ഓക്കെ. ഇനി അടുത്ത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. എങ്ങനെയാണ് പറയണ്ടേ? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്നുള്ളതിന് യു പറയാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? സംസാരിക്കണം. സംസാരിക്കുക എന്താണ് സ്പീക്ക്. അപ്പോൾ ഷുഡ് സ്പീക്ക്. സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഷുഡ് സ്പീക്ക്. നിങ്ങൾ എന്താണ് എന്ത് സംസാരിക്കണം? ഇംഗ്ലീഷ്. അപ്പോൾ യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. ഇനി നിങ്ങൾ വാക്ക് പാലിക്കണം. പാലിക്കുകയ്ക്ക് കീപ്പ് അല്ലേ. അപ്പോൾ പാലിക്കണം എന്നാണെങ്കിൽ മസ്റ്റ് കീപ്പ് അല്ലെങ്കിൽ ഷുഡ് കീപ്പ്. അപ്പോൾ നിങ്ങൾ യു ഷുഡ് കീപ്പ് എന്താണ് വാക്ക്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്ക്. അപ്പോൾ അതിനെങ്ങനെ പറയാം? യുവർ വേർഡ്. ഓക്കെ. അപ്പോൾ യു ഷുഡ് കീപ്പ് യുവർ വേർഡ്. നിങ്ങൾ സമയം പാലിക്കണമെന്നാണെങ്കിലോ നിങ്ങൾ യു. ഓക്കെ. ഇനി പാലിക്കണം. എന്താ പാലിക്കേണ്ടത്? അപ്പോൾ പാലിക്കണത്തിന് നമ്മൾ പറഞ്ഞു മസ്റ്റ് കീപ്പ്. ഇനി എന്താ പാലിക്കേണ്ട സമയം? അപ്പം യു മസ്റ്റ് കീപ്പ് ടൈം അല്ലെങ്കിൽ യു ഷുഡ് കീപ്പ് ടൈം. ഓക്കെ. ഇനി അടുത്തെന്താ പറയാം? വേറൊരു സെൻറ്റൻസ് തരാം. നിങ്ങൾ വൃത്തിയായിരിക്കണം. അപ്പോൾ വൃത്തിയായിരിക്കണം നിങ്ങൾ എന്നുള്ളതിന് യു. ഓക്കെ. ഇനി വൃത്തിയായിരിക്കണം. അപ്പോൾ വൃത്തിയായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം പാലിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെന്താ പാലിക്കണം എന്നുള്ളതിന് നേരത്തെ ഞാൻ പറഞ്ഞു പാലിക്കണം മസ്റ്റ് കീപ്പ്. എന്ത് പാലിക്കണം? വൃത്തി. അപ്പോൾ മസ്റ്റ് കീപ്പ് ക്ലീൻ. അപ്പോൾ യു മസ്റ്റ് കീപ്പ് ക്ലീൻ. ഓക്കെ. അടുത്ത് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം.
അപ്പോൾ നിങ്ങൾ യു പഠിക്കണം എന്ത് പറയും? ഷുഡ് സ്റ്റഡി. നന്നായി എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ്? അല്ലെങ്കിൽ നല്ലവണ്ണം എന്ന് പറയുമ്പോൾ വെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ വെൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കില്ല. വെല്ലിന് കിണറുന്നും ഉണ്ട്. നന്നായി, യു ഷുഡ് സ്റ്റഡി വെൽ എന്ന് പറയും. നന്നായി എന്നും പറയാറുണ്ട്, നല്ലവണ്ണം എന്നും പറയാറുണ്ട്. നിങ്ങൾ ദിവസവും 2 നേരം പല്ല് തേക്കണം. അപ്പോൾ എങ്ങനെ വരും? നിങ്ങൾ ദിവസവും 2 നേരം പല്ല് തേക്കണം. അപ്പോൾ നിങ്ങൾ യു ഓക്കെ എന്താ ചെയ്യേണ്ടത്? പല്ല് തേക്കണം. അപ്പോൾ എങ്ങനെ പറയും? ഷുഡ് ബ്രഷ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ്? എന്താണ് യു ഷുഡ് ബ്രഷ്? എന്താ ബ്രഷ് ചെയ്യേണ്ടത്? യുവർ ടീത്ത്, നിങ്ങളുടെ പല്ല്. അപ്പോൾ യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത്. പിന്നെ എങ്ങനെയാണ്? 2 നേരം. അപ്പോൾ ഒരു ദിവസം തന്നെ, അതായത് ദിവസവും 2 നേരം. ദിവസത്തിന് ഡേ പറയാം, 2 നേരത്തിന് 2 ടൈംസ്. അപ്പോൾ എന്താ പറയും? 2 ടൈംസ് എ ഡേ. ഒരു ദിവസത്തിൽ 2 നേരം. അപ്പോൾ 2 ടൈംസ് എ ഡേ. അപ്പോൾ എങ്ങനെ പറയും? യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് 2 ടൈംസ് എ ഡേ. ഓക്കെ, എങ്ങനെയാണ്? യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് 2 ടൈംസ് എ ഡേ. ഇനി നിങ്ങൾ ഞങ്ങളെ കാത്തു നിൽക്കണം. അപ്പോൾ എന്താണ്? നിങ്ങൾ യു ഓക്കെ ഞങ്ങളെ കാത്തു നിൽക്കണം. അപ്പോൾ കാത്തു നിൽക്കുക. അപ്പോൾ കാത്തു നിൽക്കുക എന്നുള്ളതിന് വെയിറ്റ്. അപ്പോൾ കാത്തു നിൽക്കണമെന്നാണെങ്കിൽ എന്ത് പറയും? മസ്റ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഷുഡ് വെയിറ്റ്. എന്നിട്ട് നമ്മളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ഞങ്ങളെ. അപ്പോൾ ഫോർ അസ് എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ പറയും? യു മസ്റ്റ് വെയിറ്റ് ഫോർ അസ്. യു മസ്റ്റ് വെയിറ്റ് ഫോർ അസ്. ഓക്കെ, ഇനി നിങ്ങളിത് നാളെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ പറയും, നിങ്ങൾ നീ അല്ലെങ്കിൽ നീ ഇത് നാളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാലും യു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നീ ഇത് നാളെ കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളിത് നാളെ കൊണ്ടുവരണം എന്നാണെങ്കിൽ എന്താ പറയണം? നിങ്ങൾ യു അല്ലേ? പിന്നെന്താണ്? എന്താ ചെയ്യേണ്ടത്? കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ്. അപ്പോൾ കൊണ്ടുവരണം എന്താണ്? ഷുഡ് ബ്രിങ് അല്ലേ? അപ്പോൾ യു ഷുഡ് ബ്രിങ് ഇത്. ഇത് എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇറ്റ്. ഇത്. അപ്പോൾ യു ഷുഡ് ബ്രിങ് ഇറ്റ്. ഇത് എന്ന് കൊണ്ടുവരണം? നാളെ. നാളേക്ക് എന്താ ഇംഗ്ലീഷ് വേർഡ്? ടുമോറോ. അപ്പോൾ യു ഷുഡ് ബ്രിങ് ഇറ്റ് ടുമോറോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിലരൊക്കെ പറയില്ലേ, നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അതും തുടക്കം ഇങ്ങനെ ആയിരിക്കും? യു അല്ലേ? പിന്നെ എന്താ ചെയ്യേണ്ടത്? വായിക്കണം. അപ്പോൾ എങ്ങനെ പറയും? വായിക്കുക, റീഡ്. അപ്പോൾ വായിക്കണം, ഷുഡ് റീഡ്. യു ഷുഡ് റീഡ്. പിന്നെ എന്താ വായിക്കേണ്ടത്? ദ ബൈബിൾ. ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? എല്ലാ ദിവസവും. അതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? എവ്രി ഡേ. എവ്രി ഡേ. അപ്പോൾ എങ്ങനെ പറയാം? യു മസ്റ്റ് റീഡ് ദ ബൈബിൾ എവ്രി ഡേ, അല്ലെങ്കിൽ യു ഷുഡ് റീഡ് ദ ബൈബിൾ എവ്രി ഡേ. ഓക്കെ, ഇനി ബൈബിൾ വായിച്ചാൽ മാത്രം മതിയോ? പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ എങ്ങനെ പറയും? നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെ പറയും? നിങ്ങൾ യു ഓക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്നുള്ളതിന് പ്രേ അല്ലേ? അപ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് എന്താ ചേർക്കണം? മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ഫ്രണ്ടിൽ ചേർത്താൽ മതി. അപ്പോൾ യു മസ്റ്റ് പ്രേ അല്ലെങ്കിൽ യു ഷുഡ് പ്രേ എല്ലാ ദിവസവും. അതിന് നമ്മൾ നേരത്തെ പഠിച്ചു എവ്രി ഡേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം? യു ഷുഡ് പ്രേ എവ്രി ഡേ. ഓക്കെ, ഇനി നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നെങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ പറയില്ല. അപ്പം നിങ്ങൾ യു ഓക്കെ എന്താണ്? സഹായിക്കണം. അപ്പോൾ സഹായിക്കണം എന്താണ്? മസ്റ്റ് ഹെൽപ്പ് അല്ലെങ്കിൽ ഷുഡ് ഹെൽപ്പ്. യു ഷുഡ് ഹെൽപ്പ് മറ്റുള്ളവരേക്ക് എന്താണ് ഇംഗ്ലീഷ്? അതേഴ്സ്. അപ്പോൾ യു ഷുഡ് ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, യു ഷുഡ് ഹെൽപ്പ് അതേഴ്സ്. ഇനി നിങ്ങൾ പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ യു സഹായിക്കണം, ഷുഡ് ഹെൽപ്പ്. ആരെയാണ്? പാവങ്ങളെ. ദ പുവർ. ഓക്കെ, ദ പുവർ. അപ്പോൾ എന്താണ് പറയേണ്ടത്? യു ഷുഡ് ഹെൽപ്പ് ദ പുവർ. ഓക്കെ, ഇനി അടുത്തെന്താണ്? നിങ്ങൾ എൻ്റെ ടിക്കറ്റ് എടുത്തേ തീരൂ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ടിക്കറ്റ് എടുക്കണം എന്നാണ്. നിങ്ങൾ അപ്പോൾ എന്ത് പറയണം? യു എടുക്കണമെന്ന് പറയും. എടുക്കുക എന്ന് വെച്ചാൽ ടേക്ക് അല്ലേ? അപ്പോൾ എടുക്കണമെന്ന് പറയുമ്പോൾ എന്താണ്? മസ്റ്റ് ടേക്ക് അല്ലെങ്കിൽ ഷുഡ് ടേക്ക്. യു ഷുഡ് ടേക്ക് എൻ്റെ ടിക്കറ്റ്. എൻ്റെ എന്നുള്ളതിന് മൈ. അപ്പോൾ ടിക്കറ്റിന് ടിക്കറ്റ് തന്നെ. അപ്പോൾ യു ഷുഡ് ടേക്ക് മൈ ടിക്കറ്റ് അല്ലെങ്കിൽ യു മസ്റ്റ് ടേക്ക് മൈ ടിക്കറ്റ്. അപ്പോൾ എൻ്റെ ടിക്കറ്റ് നിങ്ങൾ എടുത്തേ തീരൂ അല്ലെങ്കിൽ എടുക്കണം എന്നാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? നിങ്ങൾ എൻ്റെ ഊണിൻ്റെ കാശ് കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ബസ് ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ ടിക്കറ്റ് കൂടെ എടുക്കണം. ഞാൻ ഇന്നലെ എടുത്തത്, അപ്പം നീ ഇന്ന് എൻ്റെ ടിക്കറ്റ് കൂടെ എടുക്കണം എന്നൊക്കെ പറയത്തില്ലേ? അല്ലെങ്കിൽ
എന്താണ് ഇന്നലെ ഞാൻ ഊണിൻ്റെ കാശ് ഞാനാ കൊടുത്തത്, അപ്പോൾ നീ നിൻ്റെ ഊണിൻ്റെ കാശ് കൊടുക്കണം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമുക്കതെങ്ങനെ ഉപയോഗിക്കാം? നീ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുമ്പോൾ യു പറയുക. യു എന്നിട്ട് എന്താണ്? കൊടുക്കണം. കൊടുക്കണം എന്ന് വെച്ചാൽ കാശ് അടയ്ക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ കാശ് അടയ്ക്കാൻ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ? ഷുഡ് പേ. കാശ് അടയ്ക്കുമെന്ന് വെച്ചാൽ പേ. അതിൻ്റെ കൂടെ അടയ്ക്കണം എന്ന് വരുമ്പോൾ ഷുഡ് പേ. യു ഷുഡ് പേ എന്താണ്? എൻ്റെ കാശിന് എൻ്റെ ഊണിൻ്റെ. അപ്പോൾ ഊണിൻ്റെ എന്നുള്ളതിന് മൈ ലഞ്ച് അല്ലേ. മൈ ലഞ്ച്. അപ്പോൾ യു ഷുഡ് പേ മൈ ലഞ്ചിന് വേണ്ടിയും. അപ്പോൾ യു ഷുഡ് പേ ഫോർ വേണ്ടി. അപ്പോൾ യു ഷുഡ് പേ ഫോർ മൈ ലഞ്ച് ടു. അപ്പോൾ എൻ്റെ ഊണിൻ്റെയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഊണിൻ്റെയും കാശ് നീ അടയ്ക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ടു എന്ന് അവസാനം ചേർത്ത് അല്ലേ. നമ്മൾ ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നു, അപ്പം ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു എന്ന് പറയില്ലേ, ആ ടു ആണ് ഇവിടെ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ എൻ്റെ ഊണിൻ്റെ കാശ് കൂടെ കൊടുക്കണമെന്ന് എങ്ങനെയാണ് പറയുന്നത്? യു ഷുഡ് പേ ഫോർ മൈ ലഞ്ച് ടു. ഓക്കെ. ഇനി നിങ്ങൾ വാർത്ത കേൾക്കണം. പിള്ളേരോടൊക്കെ പറയത്തില്ലേ നിങ്ങൾ വാർത്ത കേൾക്കണം കേട്ടോ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ യു കേൾക്കണം, കേൾക്കുക എന്നുള്ളതിന് എന്താണ്? ലിസൺ പറയാം, ഹിയർ പറയാം. അപ്പോൾ എന്താ? യു ഷുഡ് ലിസൺ എന്താണ്? എന്താ കേൾക്കേണ്ടത്? വാർത്ത. അപ്പോൾ ടു ദ ന്യൂസ്. അപ്പോൾ വാർത്ത കേൾക്കണം. അപ്പോൾ യു ഷുഡ് ലിസൺ ടു ദ ന്യൂസ്. അങ്ങനെയാണ് പറയുന്നത്. ഇനി എന്താണ്? നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കണം. അതും ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. ഇതിപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യു ഷുഡ് എന്താണ്? എന്താ പറയുന്നത്? വായിക്കണം. വായിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? വായിക്കുക, റീഡ്. അപ്പോൾ വായിക്കണം, ഷുഡ് റീഡ്. യു ഷുഡ് റീഡ് ന്യൂസ് പേപ്പർ. എന്താ വായിക്കേണ്ടത്? ന്യൂസ് പേപ്പർ. എല്ലാ ദിവസവും നമ്മൾ നേരത്തെ പഠിച്ചു, എല്ലാ ദിവസത്തിനും എവറി ഡേ. അപ്പോൾ യു ഷുഡ് റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഇനി എന്താ പറയുന്നത്? ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ പോകണം അല്ലേ. അല്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം എന്നാണെങ്കിൽ എത്തണം എന്നാണെങ്കിൽ എന്താണ്? എത്തുക എന്നുള്ളതിന് റീച്ച്. അപ്പോൾ എത്തണം എന്ന് പറയുമ്പോൾ ഷുഡ് റീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ മസ്റ്റ് റീച്ച് എന്ന് പറയാം. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക്. അപ്പം നിങ്ങളെന്നൊന്നുമല്ല, എനിക്ക്. അപ്പോൾ എന്താണ്? എനിക്കാണ്. എനിക്കെന്നുള്ളത് ഞാനാണ് അല്ലേ. അപ്പോൾ എനിക്കെന്നുള്ളതിന് ഇവിടെ ചേർക്കണം. എന്താണ്? പിന്നെ എത്തണം. അത് കഴിഞ്ഞ് ഐ ഷുഡ് റീച്ച്. എവിടെ എത്തണം? അവിടെ. എന്താണ്? ഐ ഷുഡ് റീച്ച് ദെയർ. അപ്പോൾ ഇവിടെ വീടാണെങ്കിൽ ഐ ഷുഡ് റീച്ച് ഹോം എന്നും പറയാം. ഐ ഷുഡ് റീച്ച് ദെയർ ബിഫോർ നൈറ്റ്. അപ്പോൾ രാത്രിക്ക് മുമ്പ്. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് എന്നുള്ളതിന് ബിഫോർ. അപ്പോൾ ഇരുട്ടുക അല്ലെങ്കിൽ രാത്രിയാവുക അതിനൊക്കെ നമ്മൾ നൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഷുഡ് റീച്ച് ദെയർ ബിഫോർ നൈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഐ ഷുഡ് റീച്ച് ഹോം ബിഫോർ നൈറ്റ് എന്നും പറയാം. ഓക്കെ. ഇനി അടുത്തെന്ത് ഒരു സെൻറ്റൻസ് കൂടെ നോക്കിക്കേ. ഇന്നെനിക്ക് നേരത്തെ പോകണം. അപ്പോൾ ടീച്ചറിനോടൊക്കെ പോയി പറയത്തില്ലേ ക്ലാസ്സിൽ ചെന്ന്, ടീച്ചറേ ഇന്നെനിക്ക് നേരത്തെ പോകണം. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക ക്ലാസ്സിൽ ചെന്നിട്ട്? എങ്ങനെയാ? അപ്പോൾ ടീച്ചറെ എനിക്കെന്നുള്ളതിന് എന്താണ്? ഞാൻ പറഞ്ഞു എനിക്കെന്ന് വരുമ്പോൾ ഐ ചേർത്താൽ മതി. എത്തണം അല്ലെങ്കിൽ പോകണം. പോകണമെന്നാണെങ്കിൽ എന്താണ്? പോകുക, ഗോ. പോകണം, മസ്റ്റ് ഗോ, ഷുഡ് ഗോ. അപ്പോൾ ഐ ഷുഡ് ഗോ അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗോ. പോകണം എന്നുള്ളതിന് മസ്റ്റ് ഗോ. അപ്പോൾ ഐ ഷുഡ് ഗോ എന്താണ്? അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗോ. പിന്നെന്താണ്? എനിക്ക് നേരത്തെ പോകണം. ഇന്ന് എന്നുള്ളതിന് എന്താണ്? ടുഡേ. നേരത്തെ. അപ്പോൾ നേരത്തെ എന്നുള്ളതിന് ഏർലി എന്നാണ് വാക്ക്. ഓക്കെ. അപ്പോൾ ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ. അപ്പോൾ ഇന്നെനിക്ക് നേരത്തെ പോകണം എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത്രയും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കൂടുതൽ നിങ്ങളുടെ സംഭാഷണത്തിലൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ചെയ്യണം, ചെയ്തേ തീരൂ, നമ്മിലൊക്കെ അവസാനിക്കുന്ന വരുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നൽകുക. പിന്നെ കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ചാവി സൈനിങ് ഓഫ്. ബൈ ബൈ.